ഹായ്, ഇസ്മി പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ഡബ്ല്യൂഡി ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പി അല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് അപ്പോൾ ലൈവ് ഫസ്റ്റ് കോപ്പ് ഓൺ ഓൾവേസ് പോസിറ്റീവായി. ലെബനൻ പേജർ ബ്ലാസ്റ്റ്. ലെബനനിലെ പേജറുകളുടെ പൊട്ടിത്തെറി. സെപ്റ്റംബർ 17 ചൊവ്വാഴ്ചയാണ് സംഭവം നടന്നത്. അതായത് പേജറുകൾ പൊട്ടിത്തെറിച്ച് ലെബനനിൽ പേജറുകൾ പൊട്ടിത്തെറിച്ച് ഏകദേശം 2800-ലധികം ആൾക്കാർക്ക് പരിക്കേൽക്കുകയും അതിൽ 200 പേരുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു. അതോടൊപ്പം 9 പേർ മരിക്കുകയും ചെയ്തു. ഒരേ സമയത്ത് ആയിരക്കണക്കിന് പേജറുകളാണ് ഒരേ സമയം പൊട്ടിത്തെറിച്ചത്. ലെബനനിലെ ഇസ്ലാമിക് സായുധ സംഘടനയായ ഹിസ്ബുള്ളയുടെ പേജറുകളാണ് ഒരേ സമയം പൊട്ടിത്തെറിച്ചത്. ഇതിന് പിന്നിൽ ഇസ്രായേലാണെന്നാണ് കരുതുന്നത്. എന്നാൽ ഈ സംഭവത്തിനോട് ഇസ്രായേൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. 2800-ഓളം പേർക്ക് പരിക്കേൽക്കുകയും 200 പേരുടെ നില അതീവ ഗുരുതരമായി തുടരുകയും 9 പേർ മരിക്കുകയും ചെയ്തു. ഇതിൽ പരിക്കേറ്റവരിൽ ഡോക്ടർമാരും ആരോഗ്യ വിദഗ്ധരുമൊക്കെ ഉൾപ്പെടുന്നു എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ലെബനനിലെ ഇസ്ലാമിക് സായുധ സംഘടന ഹിസ്ബുള്ളയുടെ പേജറുകളാണ് പൊട്ടിത്തെറിച്ചത്. ഹിസ്ബുള്ള സന്ദേശവിനിമയത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന പേജറുകളാണ് പൊട്ടിത്തെറിച്ചത്. അതായത് ഇസ്രായേൽ ഫോൺ ഉപയോഗിക്കരുതെന്ന് ഹിസ്ബുള്ളയുടെ തലവൻ പ്രവർത്തകരോട് പറഞ്ഞിരുന്നു. അതായത് ഫോൺ ഉപയോഗിക്കരുത്, ഇസ്രായേൽ ട്രാക്ക് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ടാണ് പേജറുകൾ ഉപയോഗിക്കുന്നത്. ആ പേജറുകളാണ് ഒരേ സമയം പൊട്ടിത്തെറിച്ചത് എന്നതും മറ്റൊരു പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെ ഇതിന് പിന്നിൽ ഇസ്രായേലാണെന്നാണ് കരുതുന്നത്. എന്നാൽ ഇസ്രായേൽ ഇതുവരെ ഈ സംഭവത്തോട് പ്രതികരിച്ചിട്ടില്ല. ഇതിന് ഇസ്രായേൽ കനത്ത വില നൽകേണ്ടി വരുമെന്നും ഹിസ്ബുള്ള അറിയിച്ചു. ഇസ്ലാമിക് സായുധ സംഘടനയാണ് ഹിസ്ബുള്ള. അതായത് ഇറാൻ്റെ പിന്തുണയുള്ള ലെബനീസ് സായുധ സംഘടനയാണ് ഹിസ്ബുള്ള എന്നത്. ഹിസ്ബുള്ളയും ഇസ്രായേലുമായിട്ട് ഇപ്പോൾ 1 വർഷമായിട്ട് യുദ്ധം നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് ഇന്നലെ ഉണ്ടായ ഈ സംഭവം എന്ന് പറയുന്നത്. ലെബനൻ ഇസ്രായേലിൻ്റെ അയൽ രാജ്യമാണ്. അതോടൊപ്പം ലെബനൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്ന ബെയ്റൂട്ടാണ്. ക്യാപിറ്റലും ഏറ്റവും വലിയ നഗരവും ബെയ്റൂട്ടാണ്. ഇസ്രായേലിൻ്റെ അയൽ രാജ്യമാണ്. ഇരു രാജ്യങ്ങളും തമ്മിൽ യുദ്ധം നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ബാക്കിയായിട്ടാണ് ഇന്നലെ ഈ സംഭവങ്ങൾ അരങ്ങേറിയത്. അതായത് ഫോൺ ഉപയോഗിക്കരുത്, ഫോൺ ഉപയോഗിച്ച് ഉള്ള സന്ദേശങ്ങൾക്ക് പകരം പേജറുകളായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പേജറുകൾ ഇവർക്ക് സപ്ലൈ ചെയ്തതാകട്ടെ ഇറാൻ്റെ പിന്തുണയുള്ളൊരു സായുധ സംഘടനയാണ് ഹിസ്ബുള്ള എന്നത്. അതിലാണ് ഒരേ സമയം ഏകദേശം 1000-ഓളം പേജറുകൾ പൊട്ടിത്തെറിക്കുകയും ഇത്രയും വലിയ അപകടം അല്ലെങ്കിൽ ഇത്രയും വലിയ ബ്ലാസ്റ്റ് സംഭവിക്കുകയും ചെയ്തത്. മരണസംഖ്യ ഇനിയും ഉയരുമെന്നാണ് തോന്നുന്നത്. കാരണം അതീവ ഗുരുതരാവസ്ഥയിൽ ഏകദേശം 200-ഓളം പേരുടെ നില അതീവ ഗുരുതരാവസ്ഥയിലാണെന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നത്. അതുകൊണ്ട് തന്നെ മരണസംഖ്യ ഇനിയും ഉയരാനായിട്ട് സാധ്യതകളുണ്ട്. പശ്ചിമേഷ്യ ഇപ്പോൾ അനുദിനം പുകയുകയാണെന്ന് പറയാം. കാരണം ഇസ്രായേലും പാലസ്തീനുമായിട്ടുള്ള ഒരു സംഭവം ഇങ്ങനെ ഒന്ന് തണുത്ത് വരുമ്പോൾ ഇസ്രായേലും ലെബനനുമായിട്ടുള്ള സംഭവം വീണ്ടും അങ്ങനെ പശ്ചിമേഷ്യ വീണ്ടും പുകഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ്. ആ ഒരു പശ്ചിമേഷ്യയിലെ ആ ഒരു പ്രദേശങ്ങളുമായുള്ള രാജ്യങ്ങളെല്ലാം എന്ന് പറയാം. ഏതായാലും അമേരിക്ക ഇതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ടുണ്ട്. അമേരിക്ക പറഞ്ഞത് ഇതിനെക്കുറിച്ച് തങ്ങൾക്ക് യാതൊരു മുന്നറിയിപ്പും കിട്ടിയിട്ടില്ല എന്നാണ് അമേരിക്ക ഇതിനെക്കുറിച്ച് പറഞ്ഞത്. അതോടൊപ്പം UN-ഉം ഇതിന് പ്രതികരിച്ചിട്ടുണ്ട്. ഏതായാലും ലോകരാജ്യങ്ങളെല്ലാം ഞെട്ടിച്ചിരിക്കുകയാണ് വീണ്ടും പശ്ചിമേഷ്യ എന്ന് പറയാം ഏതായാലും ഇസ്രായേൽ ഇതുവരെ ഇതിനെക്കുറിച്ചൊന്നും പ്രതികരിച്ചിട്ടില്ലെങ്കിലും എല്ലാവരും കരുതുന്നത് ഇസ്രായേൽ തന്നെയാണ് ഇത് ചെയ്തത് എന്നാണ്. കാരണം ഇവർ തമ്മിൽ യുദ്ധം ഇങ്ങനെ 1 വർഷമായി നടന്നുകൊണ്ടിരിക്കുന്നു. ലെബനനിലെ പേജർ പൊട്ടിത്തെറി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരെയും ടേക്ക് കെയർ, ബൈ.